ദൈവസന്നിധിയിൽ ആയിരിക്കുക എന്നുള്ളതിനപ്പുറമായ മറ്റൊരു പദവി നമുക്ക് ഈ ലോകത്തിൽ പ്രാപിക്കുവാനായിട്ടില്ല. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, നിന്റെ സന്നിധിയിലെ ഒരു ദിവസം വേറെ 1000 ദിവസത്തെക്കാൾ ഉത്തമം. ഹല്ലേലൂയ. ദാവീദ് ഒരിക്കൽ ദൈവമുമ്പാകെ തന്റെ ഉള്ളു തുറന്ന് തന്റെ ഹൃദയത്തിന്റെ ഒരു ആഗ്രഹം താൻ ദൈവത്തോട് പറഞ്ഞു. ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ ദൈവത്തോട് അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ സന്നിധിയിൽ പാർക്കുവാനും. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ ലഭിച്ച ആ വലിയ പദവിയെ, ആ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ഈ സമയത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ തുടർന്നുള്ള അല്പസമയം ദൈവവചനത്തിന് മുമ്പിൽ നമുക്കായിരിക്കുമ്പോൾ വളരെ ആഗ്രഹത്തോടെ, വാഞ്ചയോടെ, അറ്റൻറ്റീവായി ദൈവവചനത്തിന്റെ വിടുതലിനായി നമുക്കായിരിക്കാൻ സ്വർഗം നമ്മെ ഇന്ന് രാത്രിയിൽ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ദൈവവചനത്തിന്റെ ആ ശക്തിയെ നമുക്ക് ഒരിക്കലും ലിമിറ്റ് ചെയ്യുവാൻ കഴിയുകയില്ല. അത്രമാത്രം നമ്മുടെ ചിന്തകൾക്കതീതമായി, ഹല്ലേലൂയ, നമ്മുടെ ബുദ്ധിക്കതീതമായി വ്യാപരിക്കുന്ന ഒരു വലിയ ശക്തി ദൈവവചനത്തിലുണ്ട് എന്നുള്ളത് പിൽക്കാലങ്ങളിൽ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ദൈവമക്കളോടാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ തന്നെ ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, നാം ചിന്തിക്കുവാൻ പോകുന്ന വേദഭാഗം നാം ഒരുമിച്ച് ധ്യാനിക്കുമ്പോൾ ആ വചനത്തിന്റെ വിടുതൽ എല്ലാവരിലേക്കും, എല്ലാ വ്യക്തികളിലേക്കും അത് ശക്തമായി വ്യാപരിച്ച് ആ വിടുതൽ അനുഭവിപ്പാൻ സ്വർഗം ഇടയാക്കേണ്ടതിനായി ഞാൻ വീണ്ടും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. കഴിഞ്ഞ 2 ആഴ്ചയായി ദൈവവചനത്തിന്റെ ഒരു ഭാഗം നാം ആളുകൾ തുടർച്ചയായി ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ വേദഭാഗത്തിന്റെ സമാപന ചിന്തയിലേക്ക് ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ശ്രദ്ധയെ, എല്ലാവരുടെയും ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. നാം ചിന്തിച്ച വേദവാക്യം 107 സങ്കീർത്തനത്തിന്റെ 28 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ് നാം കഴിഞ്ഞ 2 ആഴ്ചയിൽ നാം ചിന്തിക്കുവാനായിട്ട് ഇടയായത്. സ്തോത്രം. ഈ വാക്യത്തിന്റെ ഒരു പര്യവസാന ചിന്തയായി ഈ വാക്യത്തിലേക്ക് വീണ്ടും ഇന്ന് രാത്രിയിൽ നമ്മുടെ ചിന്തയ്ക്കായി നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയെ അല്പസമയത്തേക്ക് വീണ്ടും ഞാൻ കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഞാൻ തന്നെ ആ വേദഭാഗം നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയ്ക്കായി വായിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. 107 സങ്കീർത്തനത്തിന്റെ 28 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി, തിരമാലകൾ അടങ്ങി, ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഈ വേദഭാഗത്ത് ഉള്ള ദൈവാത്മാവ് ഓർപ്പിച്ചിട്ടുള്ള ചില ആത്മീകമായ മർമ്മങ്ങളുടെ ഇന്ന് രാത്രിയിൽ ഓർപ്പിച്ച് കഴിഞ്ഞ 2 ആഴ്ചയായി ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയത്തിന്റെ ഒരു ഉപസംഹാരം ഞാൻ വരുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. നാം വായിച്ച ഈ വേദഭാഗം കഴിഞ്ഞ ആഴ്ചകളിൽ ഞാൻ ഓർപ്പിച്ചു. ഈ ഒരു വാക്യം, അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു എന്ന ആ വാക്യം 4 പ്രാവശ്യം ഈ സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിരുന്നതായി ഞാൻ ഓർപ്പിപ്പാനായിട്ടിടയായി. സ്തോത്രം. അപ്പൊ 4 പ്രാവശ്യമായി ഈ സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവജനത്തെ, തന്റെ വിമുക്തന്മാരെ ഞെരുക്കിയിരുന്നതായ, അവരെ ഭാരപ്പെടുത്തിയതായ, അവരുടെ സന്തോഷം നഷ്ടപ്പെടുത്തിയതായ, അവിടെ മുന്നോട്ടുള്ള യാത്രകളെ തടസ്സപ്പെടുത്തിയതായ 4 പ്രധാനമായ വിഷയങ്ങളെ ഈ 4 പ്രാവശ്യമായി ഈ സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയത് ഞാൻ ഓർപ്പിപ്പാനായിട്ടിടയായി. കഴിഞ്ഞ ആഴ്ചകളിൽ തന്റെ വിമുക്തന്മാർ
തങ്ങളുടെ യാത്രയിൽ നേരിട്ട 3 പ്രധാന വിഷയങ്ങളെ ഞാൻ ഓർപ്പിക്കുവാനായിട്ട് ഇടയായി. സ്തോത്രം. 107 6 വാക്യവും അതിന്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ഞാൻ ഓർപ്പിച്ചു. അവർ വഴി അറിയാതെ ഹല്ലേലൂയ അവർ ഭാരപ്പെട്ടപ്പോൾ വഴി നടത്തുന്ന ദൈവം അവരെ കരം പിടിച്ച് മുന്നോട്ട് നടത്തിയത് നാം വായിപ്പാനും ചിന്തിപ്പാനുമായിട്ടിടയായി. സ്തോത്രം. ഒന്നാമത്തെ അവരുടെ ജീവിതത്തിൽ നേരിട്ട ഏറ്റവും വലിയ ഭാരമേറിയ വിഷയം ഹല്ലേലൂയ ജീവിതത്തിന്റെ വഴി അറിയാതെ എന്ത് ചെയ്യണം എന്നറിയാതെ വ്യാകുലപ്പെട്ട് ഹല്ലേലൂയ അവർ ഭാരപ്പെട്ടപ്പോൾ ആ ഭാരത്തോട് ഉള്ളുരുകി അവർ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ഹല്ലേലൂയ കർത്താവ് ഇറങ്ങി വന്ന് വഴി നടത്തുന്ന ദൈവം അവർക്കായി അവരുടെ കരങ്ങളെ മുറുകെ പിടിച്ച് വഴി കാണിച്ച് അവരെ മുന്നോട്ട് നടത്തിയ വിഷയം നാം ചിന്തിപ്പാനായിട്ട് ഇടയായി. സ്തോത്രം. ആ വിഷയത്തിലേക്ക് ഞാൻ വീണ്ടും കിടക്കുന്നില്ല. രണ്ടാമതായി ദൈവജനത്തെ ഭാരപ്പെടുത്തിയ രണ്ടാമത്തെ പ്രാവശ്യം രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യത്തില് 107 13 വാക്യത്തിൽ നാം വായിക്കുവാനായിട്ടിടയായി. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ അവർ ഹല്ലേലൂയ ബന്ധനങ്ങളാൽ നുകങ്ങളാൽ കെട്ടപ്പെട്ടവരായി സ്വാതന്ത്ര്യമില്ലാതെ ഭാരപ്പെടുന്ന അവരുടെ അനുഭവങ്ങളിൽ അവർ നിലവിളിച്ചപ്പോൾ സ്വർഗം ഇറങ്ങി വന്ന് അവരുടെ ബന്ധനങ്ങളെ അടിച്ചു മാറ്റി ഹല്ലേലൂയ നുകങ്ങളെ പൊട്ടിച്ച് ഹല്ലേലൂയ അടഞ്ഞു കിടന്ന വാതിലുകളെ അവർക്കായി തുറന്ന് താമ്ര കതകളെ തകർത്ത് ദൈവം അവർക്കായി അത്ഭുതങ്ങളെ ചെയ്ത വസ്തുത നാം ചിന്തിപ്പാനായിട്ട് ഇടയായി. സ്തോത്രം. മൂന്നാമത്തെ വിഷയവും അവരെ ഞെരുക്കിയ വിഷയവും നാം അതിന്റെ 17 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നാം കണ്ടു. ആ വിഷയം മറ്റൊന്നുമല്ലായിരുന്നു, അവരുടെ ശാരീരികമായ വ്യതകളായിരുന്നു. എല്ലാ ആഹാരത്തോടും അവർക്ക് വെറുപ്പ് തോന്നി. ശാരീരികമായ അവരുടെ രോഗങ്ങളെ ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ നമുക്കവിടെ കാണുവാനായിട്ടിടയായി. എന്നാൽ അവർ നിലവിളിച്ചപ്പോൾ കർത്താവ് വേഗമോടുന്ന തന്റെ വചനം അയച്ച് അവരെ സൗഖ്യം ആക്കുവാനായിട്ട് ഇടയായി എന്നതും നാം അവിടെ കാണുവാനായിട്ട് ഇടയായി. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നാം കണ്ടു, ഒന്ന്, നമ്മുടെ ദൈവം വഴി നടത്തുന്ന ദൈവം. 2, ബന്ധനങ്ങളെ അടിച്ചു മാറ്റുന്ന ദൈവം. 3, രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവം. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഓർപ്പിച്ച് ചിന്തിച്ച വിഷയം അവിടെ വരെയായിരുന്നു. ഞാൻ ഓർപ്പിച്ചു, നമ്മുടെ കർത്താവ് നമ്മുടെ പാപങ്ങളെ മാത്രമല്ല നമ്മുടെ രോഗങ്ങളെ വഹിച്ചവനാകയാൽ ഏത് സമയത്തും തന്നെ വൃതന്മാർ തന്നോട് നിലവിളിയോട് അടുത്തു വന്നാലും ഏത് രോഗങ്ങളുടെ മേലും ജയം തരുന്ന, വിടുതൽ തരുന്ന യേശുവിന്റെ നാമത്തിന്റെ സൗഖ്യം ഹല്ലേലൂയ ഹല്ലേലൂയ നാം അവിടെ ചിന്തിപ്പാനായിട്ട് ഇടയായി. സ്തോത്രം. ഹല്ലേലൂയ. നാം അവിടെ പ്രത്യേകമായി കണ്ടു, അത് നിമിത്തമായി മരണകുഴികളിൽ നിന്ന് ദൈവം അവരെ കയറ്റുവാനായിട്ടിടയായി. അതായത് അവർക്ക് വന്ന രോഗം അവരെ മരണത്തിനായി കുഴികൾ വെട്ടി നിർത്തിയിരിക്കുമ്പോൾ ആ കുഴിയിൽ വീഴാതെ ദൈവം അവരെ അവിടെ നിന്ന് വിടുവിച്ചെഴുന്നേൽപ്പിക്കാനായിട്ടിടയായി. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരോടായിട്ട് ഞാൻ വിളിച്ചു പറയട്ടെ, ഇനിയും വിടുതൽ ഇല്ല എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് മാറ്റി നിർത്തിയ ചില രോഗങ്ങളുടെ മേൽ, ചില അവസ്ഥകളുടെ മേൽ വിടുതൽ നൽകുന്ന സർവശക്തനായ ദൈവത്തിന്റെ വിടുതൽ ഇന്ന് രാത്രിയിൽ നാം ഒരുമിച്ച് വചനം കേൾക്കുമ്പോൾ തന്നെ ചില വ്യക്തികളിലേക്ക് വിടുതൽ വ്യാപരിപ്പാൻ സ്വർഗം നമ്മോട് കരുണ തോന്നുമാറാകട്ടെ. ഹല്ലേലൂയ. രോഗങ്ങൾക്ക് കാരണം പലതാകാം. ഹല്ലേലൂയ. പ്രകൃതി നിയമങ്ങൾ തെറ്റിക്കുമ്പോൾ മനുഷ്യന് രോഗങ്ങൾ വരുന്നു. സ്തോത്രം. അതുപോലെ തന്നെ ഹല്ലേലൂയ നമുക്കറിയാം, ഹല്ലേലൂയ വിവിധ കാരണങ്ങളാൽ നാം മനുഷ്യരാകൊണ്ട് മനുഷ്യരുടെ ബലഹീനതകളാൽ മനുഷ്യരിൽ തന്നെ രോഗങ്ങളുള്ളതായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. മനുഷ്യന്റെ പാപം നിമിത്തം മനുഷ്യനിൽ രോഗങ്ങൾ വരുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ തന്നെ ചില രോഗങ്ങൾ ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനായിട്ട്, ചില രോഗങ്ങളിൽ മറിഞ്ഞു കിടക്കുന്ന ചില ദൈവത്തിന്റെ മഹത്വവും ഉള്ളതായും തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു. ഒറ്റ വാക്കിൽ പറയട്ടെ, ഏത് സോഴ്സിൽ കൂടിയുള്ള രോഗങ്ങളായാലും അതിന് മതിയായ ഒരു കർത്താവ് നമുക്ക് വേണ്ടി ഇന്നും ഉയരത്തിൽ ജീവിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നവർ ആ കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്താട്ട്, ഹല്ലേലൂയ, ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ട് നിങ്ങളെ അലട്ടുന്ന ഏത് രോഗങ്ങളുടെ
മേലും അധികാരമുള്ള യേശുവിന്റെ നാമത്തിന്റെ സൗഖ്യം ഇപ്പോൾ തന്നെ ജനത്തിന്റെ മേൽ വെളിപ്പെടുവാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നാം ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നതിന്റെ സമാപന ചിന്ത നാലാമതായി, ഈ ദൈവജനത്തെ ഞെരുക്കിയതായ, ഭാരപ്പെടുത്തിയതായ, അവിടെ സന്തോഷത്തെ നഷ്ടപ്പെടുത്തിയതായ, അവരുടെ ആനന്ദത്തെ മാറ്റിമറിച്ചതായ, അവരെ ഞെരുക്കിയ വിഷയം എന്തായിരുന്നു? സ്തോത്രം. നാം അതാണ് ഇവിടെ വായിപ്പാനായിട്ട് ഇടയായത്. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ നാം വായിക്കുന്നു, അത് മറ്റൊന്നുമല്ലായിരുന്നു, അവിടെ ജീവിതത്തിനെതിരെ ആഞ്ഞടിച്ച കൊടുങ്കാറ്റ്. ഹല്ലേലൂയ. അവിടെ ജീവിതത്തിനെതിരെ ഉയർന്നു വന്ന ചില തിരമാലകൾ. ഹല്ലേലൂയ. നമുക്കിവിടെ ഈ വാക്യത്തില് കാണുവാനായിട്ട് കഴിയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആഗ്രഹിച്ച തുറമുഖത്തേക്കുള്ള അവിടെ യാത്രയുടെ മധ്യത്തിൽ അവരെ മുന്നോട്ട് അവർ ആഗ്രഹിച്ച തുറമുഖത്തെ താതവാമണ്ണം. ഹല്ലേലൂയ. ജീവിതത്തിനെതിരായി കടന്നു വന്ന ആ വലിയ കാറ്റിന്റെ നടുവിൽ, ഹല്ലേലൂയ, ആ വലിയ ഓളങ്ങളുടെ നടുവിൽ, ഹല്ലേലൂയ, സ്വർഗം ഇറങ്ങി വന്ന് കാറ്റിനെ ശാന്തമാക്കി തിരമാലകളെ അടക്കി, ഹല്ലേലൂയ, വിടുവെക്കുന്ന ഓരോ സ്വർഗത്തെയാണ് നാം വായിച്ച കുറിവാക്യത്തില് ഇന്ന് രാത്രി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു, സ്വർഗം കാറ്റിനെ ശാന്തമാക്കി തിരമാലകളെ അടക്കി അത് നിമിത്തം ജനത്തിന്റെ മേൽ ഒരു വലിയ ശാന്തത വരുവാനായിട്ടിടയായി. ആ ശാന്തത അവരുടെ ജീവിതത്തിൽ ഒരു വലിയ ആനന്ദം നൽകുവാനായിട്ടിടയായി. ആ ആനന്ദത്തോടെ തുടർന്ന് അവരെ കുറിച്ച് നാം വായിക്കുന്നു, അവരാഗ്രഹിച്ച തുറമുഖത്ത് എത്തിക്കുവാനായിട്ട് ഇടയായി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഞാനൊരു ദൂത് പോലെ വിളിച്ചു പറയട്ടെ, ജീവിതത്തിൽ ഉണ്ടായിരുന്ന സന്തോഷങ്ങളെ നഷ്ടമാക്കിക്കൊണ്ട് വിവിധ തലങ്ങളിൽ എഴുന്നേറ്റ് വരുന്ന ഓളങ്ങളും തിരമാലകളും കാരണം സന്തോഷിപ്പാൻ കഴിയാതെ, ആനന്ദിപ്പാൻ കഴിയാതെ, ദൈവ സാന്നിധ്യത്തിന്റെ മാധുര്യം വ്യക്തിപരമായി അനുഭവിപ്പാൻ കഴിയാത്ത ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങളിൽ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രിയിൽ കാറ്റിനെയും ഓളങ്ങളെയും ശാന്തമാക്കുന്നവർ, നമ്മുടെ സന്തോഷം മടക്കിത്തരുന്ന സർവശക്തനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രിയിൽ ആഗ്രഹിക്കുന്ന ജനത്തിന്റെ മേൽ വെളിപ്പെടുവാൻ സ്വർഗം ഇടയാക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഈ വിഷയത്തിൽ ഇന്ന് രാത്രിയിൽ നാം വിശ്വസിക്കുന്ന ദൈവത്തെ കുറിച്ച് ഈ വാക്യത്തിൽ നിന്ന് ഞാൻ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വിഷയം, നമ്മുടെ ദൈവം ആരാണ്? അവൻ പരമാധികാരമുള്ള ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് സകലത്തിന്റെ മേലും അധികാരമുള്ള ഒരു കർത്താവിനെയാണ് ഈ വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. സർവത്തിനെയും വാഴുന്ന, സർവത്തെയും അടക്കി ഭരിക്കുന്ന, സകലതും തന്റെ കാൽച്ചുവട്ടിലാക്കിയിരിക്കുന്ന പരമാധികാരമുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ പരമാധികാരം എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ അവൻ സർവത്തിനും മതിയായ കർത്താവാണ്. സ്തോത്രം. ഹല്ലേലൂയ. തന്റെ പരമാധികാരത്തെ, ദൈവത്തിന്റെ പരമാധികാരത്തെ താൻ തന്നെ വെളിപ്പെടുത്തി, ദൈവം താൻ തന്നെ വെളിപ്പെടുത്തി പറഞ്ഞ ഒന്ന് രണ്ട് വാക്കുകൾ ഇന്ന് രാത്രിയിൽ ഈ വചനം കേൾക്കുന്ന ജനത്തോട് ഞാൻ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവം സ്വയമായിട്ട് തന്റെ പരമാധികാരത്തിന്റെ ആ അധികാരത്തിന്റെ ശക്തിയെ വെളിപ്പെടുത്തുന്ന 2-3 വാക്കുകൾ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് 2 വാക്കുകൾ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. ഒന്ന്, ഒരിക്കൽ ദൈവം തന്റെ പരമാധികാരത്തെ ചൂണ്ടിക്കൊണ്ട് ഇങ്ങനെയാണ് വിളിച്ചു പറഞ്ഞത്, ഞാൻ പ്രവർത്തിക്കും, തടുക്കും. ഹല്ലേലൂയ. കർത്താവ് വിളിച്ചു ചോദിച്ചു ജനത്തോട്, ഞാൻ പ്രവർത്തിക്കും, ആർക്കതിനെ തടുക്കുവാനായിട്ട് കഴിയും? സ്തോത്രം. ഹല്ലേലൂയ. ഒരിക്കൽ കർത്താവ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഞാൻ തുറക്കും, ആരടയ്ക്കും? ഹല്ലേലൂയ. ഞാൻ അടയ്ക്കും, ആര് തുറക്കും? ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ദൈവമക്കളെ നാം ഒരിക്കലും മറന്നു പോകരുത്. നാം സേവിക്കുന്ന ദൈവം ആരെ എന്നുള്ളത്. സ്തോത്രം. ഹല്ലേലൂയ. അവൻ പ്രവർത്തിച്ചാൽ ആർക്കും തടുക്കുവാനായി കഴിയുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ഒറ്റ വാക്കിൽ ആ പദം ഒന്ന് പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകട്ടെ. അതിതാണ് സ്തോത്രം. കർത്താവ് ഒരു വിഷയത്തിൽ യേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് ആമേൻ എന്ന് പറയുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഒരു വിഷയത്തിൽ നോ എന്ന് പറഞ്ഞാൽ അതിനോട് നാം ആമേൻ പറയുക. ഹല്ലേലൂയ. കാരണം കർത്താവിന്റെ പരമാധികാരത്തിലുള്ള കാര്യങ്ങളെ
ഒരു ദൈവ പൈതലിൽ സംഭവ്യമാകൂ എന്നുള്ള യാഥാർത്ഥ്യത ദൈവമക്കൾ ഒരിക്കലും മറന്ന് പോകരുത്. സ്തോത്രം. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ആ കരമുയർത്തി ഇന്ന് രാത്രി ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്താട്ട് ആർക്കും തടുക്കുവാൻ കഴിയാത്ത നിലകളിലൂടെ, ആർക്കും അടയ്ക്കുവാൻ കഴിയാത്ത നിലകളിലൂടെ, ആർക്കും തടുക്കുവാൻ കഴിയാത്ത പ്രവൃത്തികളിലൂടെ ദൈവം തന്റെ മഹത്വം നിലവിളിക്കുന്ന ജനത്തിനു വേണ്ടി, കരയുന്ന ദൈവജനത്തിനു വേണ്ടി സ്വർഗം വെളിപ്പെടുത്തുമെന്നുള്ളത് യാഥാർത്ഥ്യം ഇന്ന് രാത്രിയിൽ ദൈവമക്കൾ മറന്ന് പോകരുത്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ പരമാധികാരത്തെ കുറിച്ച് ഒന്നുകൂടെ ഞാൻ പറഞ്ഞാൽ, ദൈവം നമുക്ക് വെളിപ്പെടുത്തിയിട്ടുള്ള ഹിതത്തോട് മനുഷ്യന് മത്സരിക്കുവാനായിട്ട് കഴിയും. എന്നാൽ ദൈവത്തിന്റെ പെർഫെക്റ്റ് വില്ലിനോട് ഈ ലോകത്തിലെ ഒരു വ്യക്തിക്കും മറുതലിച്ചു നിൽക്കുവാൻ കഴിയുകയില്ല. അതങ്ങനെ തന്നെയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ വിശ്വാസത്തോടെ ദൈവമക്കളോട് ഞാൻ വിളിച്ചു പറയട്ടെ, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി, തന്റെ പരമാധികാരത്തിൽ നമ്മെ ഓരോരുത്തരെ കുറിച്ചുമുള്ള ദൈവത്തിന്റെ ആലോചനകൾ, അതിന്റെ നിവൃത്തിയാമണം അതുപോലെ തന്നെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ആ കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. ഒരു ലക്ഷ്യപ്രാപ്തിയിലേക്ക് ദൈവം നമ്മെ വിളിച്ചു പുറത്തു കൊണ്ടുവന്ന് ആ തുറമുഖത്ത് എത്തിച്ചേരുവാൻ ഈ യാത്രയെ നമ്മെ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകുമ്പോൾ അതിന്റെ ഇടയിൽ വരുന്ന ഏത് പ്രതികൂലങ്ങൾ വന്നാലും ഇന്ന് രാത്രി ദൈവത്തിന്റെ പരമാധികാരത്തിൽ നീ വിശ്വസിക്കുക. ഹല്ലേലൂയ. ഒന്നിനും ഓളങ്ങൾക്കോ തിരമാലകൾക്കോ നിന്നെ നിർത്തുവാൻ കഴിയുകയില്ല. ആളിൽ നിർത്തുവാൻ വരുന്ന ഏത് ഓളങ്ങളെ തിരമാലകളുടെ നടുവിൽ നമുക്ക് ജയം നൽകുന്ന ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ കർത്താവിനെ ഒന്ന് കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. തിരുവചനം നമ്മൾ പഠിച്ചാൽ ദൈവത്തിന്റെ പരമാധികാരത്തോടുള്ള ബന്ധത്തിൽ അവന്റെ പരമാധികാരത്തെ വെളിപ്പെടുത്തിയിട്ടുള്ള 6 മേഖലകളെ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. ഞാൻ ആ 6 മേഖലകൾ കൊണ്ട് ദൈവത്തിന്റെ പരമാധികാരത്തെ ലിമിറ്റ് ചെയ്യുകയല്ല. ഹല്ലേലൂയ. എന്നാൽ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഈ 6 മേഖലകളിൽ ഹല്ലേലൂയ 1-2 മേഖലകളെ ഇന്ന് രാത്രി ഞാൻ ഒന്ന് ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ദൈവത്തിന്റെ പരമാധികാരം ഹല്ലേലൂയ എത്ര ശക്തമാണ് ഈ മേഖലകളിൽ എന്നുള്ളത് ദൈവമക്കൾ ഒരിക്കലും മറന്ന് പോകരുത്. സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ പരമാധികാരത്തോട് വെല്ലുവിളിപ്പാൻ, അവന്റെ പരമാധികാരത്തോട് എതിർത്ത് നിൽക്കുവാൻ, ആ പരമാധികാരത്തിന് വിരോധമായി ഓടുവാൻ ഈ ലോകത്തിലെ ഒരു വ്യക്തിയെയും ദൈവം സമ്മതിക്കുകയില്ല. ദൈവത്തിന്റെ പരമാധികാരത്തിലുള്ള കാര്യങ്ങളെ സംഭവ്യമാകൂ എന്നുള്ള യാഥാർത്ഥ്യത ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഒന്നാമതായി ദൈവത്തിന്റെ പരമാധികാരത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ അധികാരം, പരമാധികാരം ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് മനുഷ്യനോടുള്ള ബന്ധത്തിലാണ്. മനുഷ്യന്റെ മേൽ ഉള്ള പരമാധികാരം പൂർണ്ണമായി ദൈവത്തിനുള്ളതാണ്. സ്തോത്രം. ഹല്ലേലൂയ. മനുഷ്യന്റെ മേലുള്ള ദൈവത്തിന്റെ പരമാധികാരത്തെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള തിരുവചനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഒരു ഒറ്റ വാക്യം പറഞ്ഞ് ആ വിഷയം വിട്ട് മുന്നോട്ട് പോകട്ടെ. കർത്താവ് ഒരിക്കൽ ഇങ്ങനെ ദൈവവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, രാജാക്കന്മാരുടെ ഹൃദയങ്ങളെ നീർത്തോടുകൾ കണക്കെ എന്നവാമെന്നോ ചലിപ്പിക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ പരമാധികാരത്തെ ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. ഭരണാധിപന്മാരുടെ ഹൃദയങ്ങളെ, രാജാക്കന്മാരുടെ ഹൃദയങ്ങളെ നീർത്തോടുകൾ കണക്കെ എന്നവാമെന്നോ ദൈവത്തിന് ചലിപ്പിക്കുവാൻ കഴിയുമെന്നും അവരുടെ മനസ്സിന്റെ മേൽ, അവരുടെ ഹൃദയത്തിന്റെ മേൽ, അവരുടെ ആലോചനകളുടെ മേൽ അധികാരമുള്ളവൻ നമ്മുടെ ദൈവമെന്ന് വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ ആളുകളെ ദ്രവത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നതായ ഒരു വ്യക്തിത്വത്തിന്റെ ആ ദ്രവത്ത അവസ്ഥയിൽ എത്തിച്ചേർന്നിട്ട് പോലും അവന്റെ പരമാധികാരത്താൽ ലാസറേ നീ പുറത്തു വരിക എന്ന് തന്റെ വാക്കുകൾ കൊണ്ട് വിളിച്ചു പറഞ്ഞപ്പോൾ ഹല്ലേലൂയ ദ്രവത്തവസ്ഥയിലേക്ക് എത്തപ്പെട്ട ആ ബോഡി രൂപഭംഗി പ്രാപിച്ച് പുറത്തു കൊണ്ടുവരുവാൻ എന്റെ കർത്താവിന് കഴിഞ്ഞുവെങ്കിൽ ഏത് മേഖലകളുടെ മേലും മനുഷ്യർ കടന്നുപോകുന്ന ഏത് ആവശ്യങ്ങളുടെ മേലും പരമാധികാരമുള്ള ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഇന്ന് രാത്രി നിന്നെ വിഷമിപ്പിക്കുന്നത്, നിന്നെ ഭാരപ്പെടുത്തുന്നത്
ഭാരപ്പെടുത്തുന്ന മേഖലകൾ ഏതുമാകട്ടെ, പരമാധികാരമുള്ള യേശുവിന്റെ കരം ഇന്ന് രാത്രി നീ വിശ്വസിപ്പാൻ തയ്യാറായാൽ നിനക്ക് വേണ്ടി സ്വർഗം വെളിപ്പെടുത്തുവാൻ നിന്റെ അടുക്കലുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിന്റെ രട്ട തൽക്ഷണം കൊണ്ട് ഹല്ലേലൂയ ഗ്ലോറി ടു ഗോഡ് മാറ്റി നിന്നെ സന്തോഷം ഉടപ്പിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. നിന്റെ വിലാപം തൽക്ഷണത്താൽ ഹല്ലേലൂയ നൃത്തമാക്കി മാറ്റുവാൻ എന്റെ കർത്താവിന് കഴിയും. ഹല്ലേലൂയ. നിന്റെ കൈപ്പിനെ തൽക്ഷണം തന്നെ അതിനെ മധുരമാക്കി മാറ്റുവാൻ എന്റെ ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്ന എത്ര പേർ ഉണ്ട്? കരമൊന്ന് ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്താട്ട് ആ ദൈവത്തിന്റെ പരമാധികാരത്തെ ഓർത്ത് ഒന്ന് കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്താട്ട് നിന്നെ ഭാരപ്പെടുത്തുന്ന ഏതവസ്ഥകളുമാകട്ടെ ഒറ്റ നിമിഷം കൊണ്ട് അതിനെ മാറ്റിമറിക്കുവാൻ അധികാരമുള്ള ദൈവത്തിന്റെ കരത്തിന്റെ വിടുതലിനായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. മനുഷ്യന്റെ മേലുള്ള ദൈവത്തിന്റെ പരമാധികാരം. ഹല്ലേലൂയ. 2 തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വിവിധ ഭാഗങ്ങൾ നാം ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ പരമാധികാരം വളരെ അധികം വെളിപ്പെട്ടിട്ടുള്ള ഒരു മേഖലയാണ്. ഹല്ലേലൂയ. പ്രകൃതിയുടെ മേലുള്ള ദൈവത്തിന്റെ പരമാധികാരം. ഹല്ലേലൂയ. നമുക്കറിയാം ഈ ഭൂമിയിലുള്ള സകലവും നിർമ്മിക്കപ്പെട്ടത് എന്റെ കർത്താവിന്റെ വാക്കുകളാലാണ്. സ്തോത്രം. അവൻ ഉണ്ടാകട്ടെ എന്നൊന്ന് തന്റെ വാക്കുകൾ കൊണ്ട് കൽപ്പിച്ചപ്പോൾ ഇല്ലായ്മയിൽ ഒന്നുമില്ലായിടത്തു നിന്ന് വസ്തുതകൾ ഉളവായി അതിന്റെ രൂപഭംഗിയോട് പുറത്തു വരുവാൻ അവന്റെ അധികാരത്തിൽ കഴിഞ്ഞ് ആ സൗരഗോളങ്ങളാകട്ടെ ഭൂമിയാകട്ടെ പ്രകൃതിയിലുള്ള സകലതുമാകട്ടെ അവന്റെ സൃഷ്ടിയാകയാൽ സകല പ്രകൃതിയുടെ മേലും പരമാധികാരമുള്ള ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്താ നാം വായിച്ച ഈ വേദഭാഗത്ത് നാം ചൂണ്ടിക്കാണിക്കുന്നത്? ആഗ്രഹിച്ച തുറമുഖത്തേക്കുള്ള യാത്രാ മധ്യത്തിൽ അവരുടെ നേരെ കടന്നു വന്ന ആ കാറ്റിന്റെ മേൽ തിരമാലകളുടെ മേൽ നടുവിൽ ദൈവജനം നിലവിളിക്കുവാൻ തയ്യാറായപ്പോൾ പ്രകൃതിയുടെ മേൽ പരമാധികാരമുള്ള സർവശക്തനായ ദൈവം അവരുടെ നിലവിളിയെ കേട്ടിറങ്ങി വന്ന് ഹല്ലേലൂയ കാറ്റിനെ ശാന്തമാക്കുവാനിടയായി തിരമാലകളെ അടക്കുവാനായിട്ടിടയായി. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഒരു സത്യം ഞാൻ വിളിച്ചു പറയട്ടെ. പ്രകൃതിയുടെ മേൽ പ്രകൃതി ശക്തിയുടെ മേൽ അധികാരമുള്ള ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഹല്ലേലൂയ. കാറ്റേ ശാന്തമാക എന്നവൻ പറയുമ്പോൾ ഹല്ലേലൂയ തിരമാലകളെ അടങ്ങുക എന്നവൻ കൽപ്പിച്ചാൽ അത് അപ്രകാരം അനുസരിക്കുന്നു. സ്തോത്രം. ഒരിക്കൽ നമുക്കറിയാം നമ്മുടെ കർത്താവിന്റെ വാഴ്ത്തപ്പെട്ട ശിഷ്യന്മാർ യാത്രയിൽ പടകിൽ മുന്നോട്ട് പോകുമ്പോൾ പടകിന് നേരെ ആഞ്ഞുണ്ടായ ആ വലിയ കാറ്റിനെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് കരമുയർത്തി പിതാവിനോട് പറഞ്ഞ് പ്രാർത്ഥിച്ച് ആ കാറ്റിനെ ശാന്തമാക്കിയപ്പോൾ ശിഷ്യന്മാർ ഇങ്ങനെ ചോദിച്ചു, ഇവനാർ കാറ്റുപോലും ഇവനെ അനുസരിക്കുന്നല്ലോ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ മറന്നു പോകരുത്. നിന്റെ ജീവിതത്തിൽ ഒരു പക്ഷേ ഈ കാറ്റെന്ന നിലയിൽ നീ നേരിടുന്ന വിഷയങ്ങൾ പലതാകാം. രോഗങ്ങളാകാം, ജോലി സ്ഥലത്തുള്ള വിഷയങ്ങളാകാം, കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള വിഷയങ്ങളാകാം. ഹല്ലേലൂയ. അല്ലെങ്കിൽ മറ്റ് പല തലങ്ങളിൽ നിന്ന് നിന്നെ ഭാരപ്പെടുത്തുന്ന, നിന്റെ സന്തോഷം നഷ്ടപ്പെടുത്തുന്ന, നിന്റെ ആനന്ദം നഷ്ടപ്പെടുത്തുന്ന, മുന്നോട്ടുള്ള ഗമനത്തെ തടസ്സം ചെയ്യുന്ന ഏത് കാറ്റുമാകട്ടെ ഇന്ന് രാത്രി നീ വിശ്വസിക്കേ. ഹല്ലേലൂയ. സകലത്തിന്റെ മേലും അധികാരമുള്ള യേശുവിന്റെ കരം ഇന്ന് രാത്രിയിൽ നിന്റെ മേഖലകളിലേക്ക് അതിന്റെ ശക്തിയോടെ നീ വിശ്വസിപ്പാൻ തയ്യാറായാൽ അവൻ വെളിപ്പെടുത്തുവാൻ ശക്തനായ ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ വിശ്വാസ പടകിനെതിരെ ആഞ്ഞടിക്കുന്ന കാറ്റിനെ ശാന്തമാക്കുവാൻ കഴിവുള്ള കർത്താവ് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്ന ഈ യേശു ഹല്ലേലൂയ നിന്റെ സകല കാറ്റിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള ഒരു നല്ല കർത്താവാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം അപ്പോസ്തലനായ പൗലോസ് തന്റെ ജീവിതാനുഭവത്തിൽ താൻ പടകിൽ യാത്ര ചെയ്യുമ്പോൾ ഹല്ലേലൂയ തന്നോടൊപ്പം ഉണ്ടായിരുന്ന ഒരു വലിയ പ്രിസണേഴ്സ് ആയിട്ടുള്ള വലിയൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. എന്നാൽ തന്റെ ഓടേവൻ ഒരു ദിവസം രാത്രിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, നീ കൈസറിയിൽ നിൽക്കും. ഹല്ലേലൂയ. ഓ ഗ്ലോറി ടു ഗോഡ്. കപ്പലിനല്ലാതെ നിന്നോടൊപ്പമുള്ള ഒരു വ്യക്തിയുടെ ജീവന് ദോഷം സംഭവിക്കുകയില്ല എന്ന് തന്റെ ഉടയവൻ തന്റെ അടുക്കൽ ഇറങ്ങി വന്ന് പറയുവാനായിട്ടിടയായി. സ്തോത്രം. ഇന്ന് രാത്രി എത്ര പേർക്ക് പൗലോസിനെ പോലെ ആ വിശ്വാസത്തോടെ നിന്റെ പടകിൽ നിന്റെ യേശുവുണ്ട്. പടകിൽ ആ കാറ്റിനെ നിയന്ത്രിപ്പാൻ കഴിവുള്ളവൻ, തിരമാലകളെ നിയന്ത്രിപ്പാൻ കഴിവുള്ള
ബലമുള്ളവൻ, അവൻ വാഗ്ദത്തം നൽകി നമ്മോട് കൂടെയുണ്ടെന്ന് ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് വിശ്വാസത്തോടെ അത് ഏറ്റുപറഞ്ഞ് ജീവിതത്തിൽ ഇന്ന് രാത്രി ധൈര്യം പ്രാപിപ്പാനായിട്ട് കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ പ്രകൃതിയുടെ മേൽ അധികാരമുള്ള ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മെ അലട്ടുന്ന, നമ്മെ ഭാരപ്പെടുത്തുന്ന, നമ്മെ വേദനപ്പെടുത്തുന്ന, അസ്വസ്ഥമാകുന്ന സന്തോഷം എടുത്തു കളയുന്ന ഏത് മേഖലകളുമാകട്ടെ, പരമാധികാരമുള്ള കർത്താവിനോട് നാം നിലവിളിപ്പാൻ തയ്യാറായാൽ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനായി ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. സ്തോത്രം. ഞാൻ ഒരു സംഭവം കേൾക്കുവാനായിട്ടിടയായി. ഒരു കപ്പലിൽ അനേക ആൾക്കാർ ഒരുമിച്ച് യാത്ര ചെയ്ത് മെഡിറ്ററേനിയൻ കടലിലൂടെ അവർ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് അപ്രത്യക്ഷിതമായി പ്രതീക്ഷിക്കാത്ത സമയത്തുണ്ടായ ഒരു വലിയ കാറ്റ് നിമിത്തമായ കപ്പൽ ആഞ്ഞുലയുവാനായിട്ടിടയായി. ആ കപ്പലിൽ ഉണ്ടായിരുന്ന എല്ലാ ജനങ്ങളും ആ കാറ്റും തിരമാലകളും കണ്ട് ഭയവികുലരായി എന്ത് ചെയ്യണമെന്നറിയാതെ നിലവിളിയോടെ ആ കപ്പലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുമ്പോൾ ആ കപ്പലിന്റെ ഒരു സൈഡിൽ 13 വയസ്സുള്ള ഒരു കുട്ടി സന്തോഷത്തോടെ ആനന്ദത്തിന്റെ പാട്ടുപാടി ഇരിക്കുന്നത് ഈ നിലവിളിയോടെ ഓടുന്ന ഒരുവൻ കാണുവാനായിട്ടിടയായി. ആ ഭയവികുലരായി കാറ്റിനെയും ഓളങ്ങളെയും കണ്ട് ഭയന്ന് ഓടുന്ന ആ മനുഷ്യൻ ഓടി വന്ന് കുഞ്ഞിന്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, കുഞ്ഞേ, നിനക്ക് ഭയമില്ലേ? ഇത് കണ്ടിട്ട് എത്ര ഭയാനകമായ കാറ്റാണ്, എത്ര ഭയാനകമായ ഓളങ്ങളാണ്. ഈ കപ്പൽ തകരാൻ പോകുകയാണ്, ഇത് മുങ്ങുവാൻ പോകുകയാണ്. എല്ലാവരും കണ്ടില്ലേ നിലവിളിക്കുന്നത്? നിനക്ക് കണ്ടിട്ട് ഭയമില്ലേ എന്നാ കുഞ്ഞിനോട് ചോദിച്ചപ്പോൾ ആ കുഞ്ഞ് മറുപടിയായി ആ വ്യക്തിയോട് പറഞ്ഞു, എനിക്ക് ഭയമില്ല. കാരണം ഈ കപ്പൽ ഓടിക്കുന്നത് എന്റെ പപ്പായാണ്. ഈ കപ്പലിന്റെ കപ്പിത്താൻ എന്റെ പപ്പായാണ്. എന്റെ പപ്പായുടെ കയ്യിൽ ഈ കപ്പലിന്റെ നിയന്ത്രണം ഇരിക്കുന്നിടത്തോളം ഞാൻ സുരക്ഷിതനാണ് എന്നുള്ള ഉറപ്പ് താൻ പറയുവാനായിട്ടിടയായി. ഇന്ന് രാത്രിയിൽ ഈ വചനം കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ ആഴമായി ചോദിപ്പാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം. ഇന്ന് രാത്രിയിലും നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ, ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ, ഈ വചനഭാഗങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ, ഒരു പക്ഷേ വിവിധ സംഭവങ്ങളാൽ, വിവിധ മേഖലകളിലൂടെയുള്ള കാറ്റിനാലും ഓളങ്ങളാലും ഒരു പക്ഷേ നിങ്ങളുടെ ഹൃദയം കലങ്ങുന്നവരായി, ഭാരപ്പെടുന്നവരായിട്ടായിരിക്കാം നിങ്ങളായിരിക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് ഉറപ്പുണ്ട്, ഈ പടകിനെ നിയന്ത്രിക്കുന്നവൻ കർത്താവാണ്. എന്റെ പടകിൽ ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ പടകിൽ എന്നെ വീണ്ടെടുത്ത, എന്നെ രക്ഷിച്ച, ഹല്ലേലൂയ, എന്റെ കർത്താവുണ്ടെന്ന് ഇന്ന് രാത്രിയിൽ എത്ര ദൈവമക്കൾ ധൈര്യത്തോടെ ഇന്ന് രാത്രി വിളിച്ചു പറയും? ഹല്ലേലൂയ. ഇന്ന് രാത്രി കാറ്റുകൾ അഞ്ഞടിച്ച്, തിരമാലകൾ അഞ്ഞടിച്ച് നമ്മുടെ പടകുകളെ തകർക്കുവാനായി ഒരു വശത്ത് ശ്രമിക്കുമ്പോൾ അവിടെ പതറുവാനുള്ളവരല്ല, അവിടെ നാം നമ്മുടെ കർത്താവിന്റെ കരങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവനിൽ ആശ്രയിക്കുവാനുള്ളവരാണ് നാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി നാം നിലവിളിക്കുമ്പോൾ തന്റെ പരമാധികാരത്തിൽ ഉൾപ്പെട്ട ഏത് പ്രകൃതികളെ, ഏത് വസ്തുതകളെ നിയന്ത്രിപ്പാൻ കഴിവുള്ള ദൈവത്തിന്റെ കരം ഇന്ന് രാത്രിയിൽ അതൊന്ന് അനുഭവിപ്പാൻ ദൈവമക്കളെ സ്വർഗമിടയാക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഒരു നിമിഷം കണ്ണുകളെ ദൈവമക്കളൊന്ന് അടച്ചാട്ട് ആയിരിക്കുന്ന ആ സ്ഥാനത്തിരുന്നു കൊണ്ട് അടുത്തിരിക്കുന്ന വ്യക്തിയുടെ ആ കരങ്ങളിലൊന്ന് ചേർത്ത് പിടിച്ചാട്ട്, ഭാര്യയാകാം, ഭർത്താവാകാം, കുഞ്ഞുങ്ങളാകാം, ആരുമാകട്ടെ, ആ കരങ്ങളിൽ ഒന്ന് ചേർന്ന് പിടിച്ചാട്ട് കുടുംബമായി എല്ലാവരുടെ ആ കരമൊന്ന് ചേർത്താട്ട് ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സങ്കീർത്തനക്കാരൻ വിളിച്ചു പറഞ്ഞു, അവരെ യഹോവയോട് നിലവിളിച്ചു, അവരുടെ ഞെരുക്കങ്ങൾ നിലവിളിച്ചു, യഹോവ അവരെ വിടുവിച്ചു. ഹല്ലേലൂയ. നമുക്കെല്ലാം ഒരു ആഗ്രഹമുണ്ട്, പല നിലകളിലുള്ള നല്ല നല്ല ആഗ്രഹങ്ങളുണ്ട്. ഇന്ന് രാത്രി നമുക്ക് വിശ്വസിക്കാം, പരമാധികാരമുള്ള ഒരു കർത്താവ് ഇന്ന് രാത്രിയിൽ നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഓ ഹാലൽ. ഒന്ന് രാത്രിയിൽ അന്നൊന്ന് പ്രാർത്ഥിച്ചാണ്, ദൈവമേ, ആടിക്കുന്ന ഉലയുന്ന ഈ തിരമാലകളുടെ നടുവിൽ എന്നെ ധൈര്യപ്പെടുത്തണമേ, എന്നെ ശക്തീകരിക്കണമേ. നിന്റെ കരത്തിന്റെ വിടുതൽ എന്റെ മേൽ, എന്റെ ആവശ്യങ്ങളെ മേൽ, എന്റെ മേഖലകളെ മേൽ ഒന്ന് നീട്ടണമേ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിങ്ങൾക്ക് വിശ്വസിപ്പാൻ തയ്യാറാണെങ്കിൽ ഇന്ന് രാത്രി ഒറ്റ വാക്കില് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ സന്തോഷം നഷ്ടപ്പെടുത്തിയ വിഷയം എന്തുമാകട്ടെ, ഒരു പക്ഷേ നിങ്ങൾ അസഹനീയപ്പെടുത്തുന്നത് നിങ്ങളുടെ രോഗമാകാം, നിങ്ങളുടെ ഭാരങ്ങളാകാം, നിങ്ങളുടെ വേദനകളാകാം, നിങ്ങളുടെ പല അവസ്ഥകളാകാം. ഹല്ലേലൂയ.
എന്നാൽ സകലത്തെ നിയന്ത്രിപ്പാൻ കഴിവുള്ള കർത്താവിന്റെ കരങ്ങളിലേക്ക് ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. എത്ര പേർ പൗലോസിനോട് ചേർന്ന് പറയുവാൻ കഴിയും? ഹല്ലേലൂയ. ഓ, ഞാൻ വിശ്വസിച്ചിരിക്കുന്നത്, ഞാൻ അറിയുന്നു, ഞാൻ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നത്, അവനാണ് എന്റെ ഉപദേശി, അവസാനത്തോളം കാപ്പാൻ അവൻ ശക്തനാണ്. പരിശുദ്ധ ദൈവമേ, ഇന്ന് രാത്രിയിൽ വചനം കേട്ട ജനത്തിന് തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ കാറ്റിനാലും ഓളങ്ങളാലും തിരമാലകളാലും ഹൃദയം വലയപ്പെട്ടവരായി ഭാരത്തോട് നൂറുന്ന ഹൃദയത്തോട് ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങൾ ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ വേഗമോടുന്ന വചനത്തിന്റെ കരത്തിന്റെ വിടുതല്, ആ വേഗമോടുന്ന അവിടുത്തെ സാന്നിധ്യത്തിന്റെ ശക്തി ഇന്ന് രാത്രിയധികം പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ നിന്റെ ജനത്തിന് മേൽ വ്യാപരിക്കപ്പെടുവാൻ ഇടയാകട്ടെ. ഇന്ന് രാത്രി അവരെ അലട്ടുന്ന ഏത് ഭാരങ്ങൾ, ഏത് വേദനകൾ, ഏത് രോഗങ്ങൾ പൂർണ്ണമായി മാറുവാൻ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ ഒരുമിച്ച് തിരുനാമത്തിൽ ഒരു വിടുതൽ നിന്റെ ജനത്തിന്റെ മേൽ കൽപ്പിക്കുകയാണ്. പ്രാർത്ഥന